blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ആഴ്ചയിലെ പ്രത്യേകമായ ഈ എപ്പിസോഡുകൾ, മെസ്സേജ് സീരീസ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് മാത്രമല്ല ഒരു ട്രാൻസ്ഫോർമേറ്റീവ് കൂടെ ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ ഈ ആഴ്ചയിലെ എല്ലാ സൂയിസൈഡ് സൊല്യൂഷൻസ് എന്ന ഈ പ്രത്യേക സന്ദേശ പരമ്പരയിൽ എല്ലാവരും പങ്കെടുത്ത് അതിൻ്റെ നോട്ട്സ് കുറിച്ചെടുത്ത് അനുഗ്രഹിക്കപ്പെടുക. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്മിത ആൻഡ് സുധാകരനാണ്. അവരുടെ ഇന്ന് സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നല്ല കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണല്ലോ കർത്താവേ. അവരിന്ന് ഈ സ്പോൺസർ ചെയ്യുന്ന നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് കർത്താവ് നല്ല കുഞ്ഞുങ്ങൾ പിറക്കട്ടെ, നല്ല ആരോഗ്യം അവർക്കുണ്ടാകട്ടെ. കർത്താവെ, നല്ല ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മ സുനന്ദയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യത്തിനായും എല്ലാ അനുഗ്രഹ ആശിസ്സുകൾക്കായി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രാൻഡ് മദർ പൊന്നമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യം നൽകണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവെ, സ്മിതയെയും സുധാകരനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്മിത ആൻഡ് സുധാകരൻ, happy wedding anniversary and thank you for sponsoring today's episode. God bless you. ഇന്നലെ നാം കേട്ടുകൊണ്ടിരുന്നത് 2 ദിവസങ്ങളിലായിട്ട് നാം കേട്ടുകൊണ്ടിരുന്നത് ആത്മഹത്യയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ ദിവസം ചില കണക്കെടുപ്പുകളായിരുന്നു ആദ്യത്തെ ദിവസം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ ആത്മഹത്യ എങ്ങനെയാണ്, അങ്ങനെ ആത്മഹത്യ ചെയ്തവരാരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നലെ കണ്ടത്. ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡ്സ് വ്യൂ. ദൈവം ആത്മഹത്യയെ എങ്ങനെ കാണുന്നു അത് മനസ്സിലാക്കുന്നത് ബൈബിളിൽ നിന്നാണ്. കാരണം ദ ബൈബിൾ ഇറ്റ്സെൽഫ് ഇസ് എ ഡിവൈൻ റെവലേഷൻ. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയപ്പെട്ടിരിക്കുന്നത് ബൈബിളിലാണ്. അതുകൊണ്ട് ബൈബിളിലേക്ക് തന്നെ നമുക്ക് തിരിയാം. ആദ്യം നമ്മളൊരു വാക്യം വായിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, എല്ലാവരും അവരുടെ പേഴ്സണൽ ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക. ഇന്നും നാളെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങാൻ പോവുക. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് പോകാം. ബൈബിൾ സഭാപ്രസംഗി അല്ലെങ്കിൽ എക്ലീസിയാസ്റ്റസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 7-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് ഈ സമയത്ത് നമ്മളൊന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ മലയാളം ബൈബിൾ എങ്ങനെയാണ് പറയുന്നത്? അതിദുഷ്ടനാകരുത്, ഭോഷനുമാകരുത്. അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, കാലത്തിന് മുൻപേ മരിക്കുന്നത് എന്തിന്? കാലത്തിന് മുമ്പേ മരിക്കുന്നത് എന്തിന്? ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ബി എ ഫൂൾ, വൈ ഡൈ ബിഫോർ യുവർ ടൈം. 3-ാമത്തെ അധ്യായം ഈ എക്ലീസിയാസ്റ്റസ് അല്ലെങ്കിൽ സഭാപ്രസംഗിൽ വായിച്ചാൽ അവിടെ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിലെ 1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് കേൾക്കാം. നിങ്ങളുടെ ബൈബിളിലൊന്ന് നോക്കുക. എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1 ഓൺവേർഡ്സ്. അതിൽ ജ്ഞാനികളുടെ ജ്ഞാനി എന്നറിയപ്പെടുന്ന സോളമൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴെയുള്ള ഓരോ പ്രവർത്തനത്തിനും ഒരു കാലമുണ്ട്. ജനിക്കാനൊരു കാലം, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം. മതി. അതിനുശേഷം ഇടയ്ക്കുള്ള ആക്ടിവിറ്റീസിന് എല്ലാം കാലം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനിക്കാനൊരു സമയമുണ്ടെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നൊരു കാലം മരിക്കാനുമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് വൈ ഡൈ ബിഫോർ യുവർ ടൈം. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയത്തിന് മുൻപ് നീ എന്തിനു മരിക്കണം? അവിടെ വിളിക്കുന്നത് ഡു നോട്ട് ബി എ ഫൂൾ.
നീ ഒരു വിഡ്ഢിയാകരുത്, അല്ലെങ്കിൽ ഭോഷനാകരുത്. അല്ലെങ്കിൽ അങ്ങനെ സമയത്തിന് മുമ്പ് മരിക്കുന്ന ഒരു വിഡ്ഢികളാണ്, ഭോഷന്മാരാണ്. ദൈവം വെച്ചിരിക്കുന്ന ലൈഫിൻ്റെ ടേം അല്ലെങ്കിൽ ആ സ്പാൻ ഫുൾഫിൽ ചെയ്യാതെ, പൂർത്തിയാക്കാതെ മരിക്കുന്നത് ഭോഷത്വമാണ്. ഈ ബൈബിൾ തന്നെ പലരും അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരും. പലരും വലിയ പ്രയാസങ്ങളിലൂടെയൊക്കെ പോകും, ഞാൻ ഇരുന്നാൽ മതിയായിരുന്നു. നമ്മളൊക്കെ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു, എൻ്റെ അമ്മ എന്നെ ജനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോകും. ടഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ മറ്റൊന്നുകൂടെ അതിനിടയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തിയുടെ കൃപ കൂടെ ദൈവം തരും. അതാ യാഥാർത്ഥ്യം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ ഭോഷന്മാരായി സമയത്തിന് മുൻപ് നമ്മൾ നമ്മുടെ ജീവിതം ഒടുക്കേണ്ടി വരുന്നത്. സോ ദൈവത്തിൻ്റെ ആ പ്രഷ്യസ് ഗിഫ്റ്റായ ലൈഫിനെ വാല്യൂ ചെയ്യാനും ഓണർ ചെയ്യാനും ആദ്യമായി നമ്മൾ പഠിക്കണം. ഇനി മറ്റൊരു വാക്യം കൂടെ നമുക്ക് ഈ സമയത്തൊന്ന് വായിക്കേണ്ടത് ബുക്ക് ഓഫ് ജെറമായ, ഇരമ്യാവിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 29:11 നമ്മുടെ പല എപ്പിസോഡുകളിലും പല പ്രാവശ്യം നമ്മളിത് വായിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും ഈ കോണ്ടെക്സ്റ്റിൽ അതൊന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അവ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിനെ, for I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു വലിയൊരു കാര്യം, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പ്ലാനിങ്, മെറ്റിക്യുലസ് പ്ലാനിങ്. എല്ലാത്തിനും മൈന്യൂട്ടായിട്ടുള്ളത് തുടങ്ങി വലുതുവരെ, അല്ലെങ്കിൽ മാക്രോ ലെവൽ ടു മൈക്രോ ലെവൽ, ഗോഡ് ഹാസ് എ പ്ലാനിങ്. എന്ന് പറഞ്ഞാൽ മൊത്തം നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. അതിനിടയിൽ ആണ് മനുഷ്യൻ്റെ ടൈം, ക്ലോക്കും ടൈമും വരുന്നത്, നമ്മുടെ വാച്ചും ഇതൊക്കെ വരുന്നത്. അതിലൊരു പ്ലാനുണ്ട്. ഓരോ ഇയർ എന്ത്, ഓരോ യുഗങ്ങളിൽ എന്ത് സംഭവിക്കണം, ഓരോ നൂറ്റാണ്ടുകളിൽ എന്ത് സംഭവിക്കണം, ഓരോ 10 വർഷത്തിൽ എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ പിന്നെ ഓരോ വർഷങ്ങളിൽ എന്ത് സംഭവിക്കണം, ഓരോ മാസങ്ങളിൽ എന്തെല്ലാം നിറവേറണം, ഓരോ ആഴ്ചകളിൽ, ഓരോ ദിവസം, ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റ്, ഓരോ സെക്കൻഡ് എന്ത് സംഭവിക്കണം എന്നുള്ളതിന് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്. ഇവിടെ പറയുന്നത് ഐ നോ, ഗോഡ് ഈസ് സ്പീക്കിംഗ്, ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സണലി ലെറ്റ് മീ ടെൽ യു, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ലൈഫിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ചിലരൊക്കെ പറയും, ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, ആർക്കും എന്നെ കൊണ്ട് പ്രയോജനം? കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്നിട്ടില്ല. Once you enter God's plan, your life will become meaningful and purposeful. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇവിടെ ജെറമായ എന്ന് പറയുന്ന പ്രോഫറ്റിലൂടെ കർത്താവ് പറയാം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ വീണ്ടും വിരൽ ചൂണ്ടി നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. വിശ്വസിച്ചാൽ ഇല്ലേലും ഒരു പദ്ധതിയുണ്ട്. Now, പ്ലാൻസ് ടു ഇനി എന്ത് പദ്ധതിയാ? കൊല്ലാനാണോ? നശിപ്പിക്കാനാണോ? തിന്മ വരുത്താനാണോ? കഷ്ടപ്പെടുത്താനാണോ? നോ, പ്ലാൻസ് ടു പ്രോസ്പർ യു ആൻഡ് നോട്ട് ടു ഹാം യു. നിനക്ക് ഒരു ഉപദ്രവവും വരുത്താനല്ല. എന്റെ മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ദൈവത്തിനുണ്ട്. പ്ലാൻസ് ടു ഗിവ് യു ഹോപ്പ് ആൻഡ് എ ഫ്യൂച്ചർ. ഒരു നല്ല പ്രത്യാശയും നല്ലൊരു ഭാവിയും തരാനാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ പദ്ധതിയിലോട്ടൊന്നും വരില്ല. ബൈബിൾ പറയുന്നത്, വഴിതെറ്റിയ ആടുകളെ പോലെ എല്ലാവരും അവനവൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ പ്രശ്നം വരുന്നത്. അവിടെ ആ ജീവിതം താറുമാറായി അവസാനം ആത്മഹത്യയിലൊക്കെ ചെന്ന് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ചിന്തിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുള്ളത്. ഒരാൾ ഇടയ്ക്ക് വെച്ച് ജീവിതം അവസാനിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത്, ഇഫ് ഐ കിൽ മൈസെൽഫ്, ഇഫ് യു കിൽ യുവർ സെൽഫ്, അവിടെ സംഭവിക്കുന്നത്
ദൈവിക പദ്ധതിയിൽ നിന്നും മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒളിച്ചോടുന്നു. കാരണം ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട്, സമയം വെച്ചിട്ടുണ്ട്, പദ്ധതിയുണ്ട്. അതിൽ നിന്നും മാറിപ്പോകുന്നതാണ് സ്വയം ജീവിതം എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ദൈവത്തോട് പറയുകയാണ്, ഗോഡ്, ഐ ഡോണ്ട് വാണ്ട് യുവർ പ്ലാൻ ഓർ പർപ്പസ് ഓർ യു ഇൻ മൈ ലൈഫ്. ദൈവത്തോട് പറയുക, എനിക്ക് നിന്നെ വേണ്ട, ഞാനായി എൻ്റെ കാര്യം തീരുമാനിച്ചോളാം. ഐ ആം ഡിസൈഡിങ്, ഐ ഡോണ്ട് വാണ്ട് ദിസ് ലൈഫ്. കർത്താവ് ഒരുപക്ഷെ ഒരു 25 കൊല്ലം കൂടി വെച്ചിട്ടുണ്ടായിരിക്കാം, 50 കൊല്ലം കൂടി വെച്ചിട്ട് എനിക്ക് വേണ്ട, ആ പദ്ധതിയും വേണ്ട, ആ ജീവിതവും വേണ്ട, ആ ഫ്യൂച്ചറും വേണ്ട. നിന്റെ പ്ലാൻ നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ദാറ്റ് ഈസ് സൂയിസൈഡ്. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? സകലത്തിൻ്റെ നിർമ്മാതാവും ഉടയവനുമായ ദ സോവറൈൻ ലോർഡ്, ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും നാം സ്വയമായൊരു തീരുമാനമെടുത്ത് നമ്മുടെ വഴിയിലേക്ക് തിരിയുന്നു. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒരു സൃഷ്ടിക്കും സ്രഷ്ടാവിനെ കൂടാതെ അധികം നാൾ നിൽക്കാൻ സാധ്യമല്ല. ദൈവം സ്വയംഭൂവാണ്. ഗോഡ് ക്യാൻ എക്സിസ്റ്റ് ബൈ ഹിംസെൽഫ്. പക്ഷെ വേറെ ആർക്കും സാധ്യമല്ല. സൃഷ്ടിക്കപ്പെട്ട ദൃശ്യവും അദൃശ്യമായ ഒന്നിനും സ്വയം നിലനിൽപ്പില്ല. വിതൗട്ട് എ ക്രിയേറ്റർ നത്തിങ് ക്യാൻ സ്റ്റേ ബൈ ഇറ്റ്സെൽഫ് ഓർ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് ഒളിച്ചോടി പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോഡ് ഹാസ് നോട്ട് ഗിവൻ us ദ ഓണർഷിപ്പ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തമല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദ ഓണർ ഈസ് ഗോഡ്. എൻ്റെ ജീവിതം എൻ്റെ അല്ല, ഇറ്റ് ഈസ് ഹിസ് ലൈഫ്, ഈസ് ഹിസ് ഗിഫ്റ്റ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. 1 Corinthians chapter 6, 19 and 20. Amazing verses. ആ ഭാഗം ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുക, കുറിച്ചു വെക്കുക. ഇതെല്ലാം ഇന്നും നാളെയും മറ്റന്നാളും ഇനി അടുത്ത ദിവസങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെടാവുന്ന കാര്യങ്ങളാണ്. അതൊന്ന് വായിക്കാമോ? ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് അറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2-3 കാര്യങ്ങൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്പർ 1, about our body. Our body is the temple of God. ഇപ്പോൾ ദേവാലയം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കെട്ടിടങ്ങൾ ഉയർത്താം. പക്ഷെ ദൈവം പറയുന്നത് നോ നോ നോ, ദാറ്റ്സ് ഓൺലി എ ബിൽഡിംഗ്. മൈ ടെമ്പിൾ ടുഡേ ഈസ് യുവർ ബോഡി. നിന്റെ ശരീരമാണ്, അല്ലെങ്കിൽ മൈ ബോഡി ഈസ് ദ കത്തീഡ്രൽ ടുഡേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ എത്ര വലിയ പുണ്യസ്ഥലങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം നമ്മൾ പണിതാലും ബൈബിൾ പറയുന്നത് നോ നോ നോ, ഐ വാണ്ട് ടു ലിവ് ഇൻ യു. നിന്റെ ശരീരം, ദൈവം തൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ശരീരമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. ഇതാണ് ഒരു പ്രത്യേകത. വേറൊന്നും അവിടെ പറയുന്നത് യു ആർ നോട്ട് യുവർ ഓൺ. ഞാൻ നേരത്തെ പറഞ്ഞു, നാം നമ്മുടെ സ്വന്തമല്ല, നീ നിന്റെ അല്ല. യു ആർ ബോട്ട് അറ്റ് എ പ്രൈസ്. ഇത് പറയുന്നത് യേശുവിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. യേശു കർത്താവ് രക്തം വിലയായി നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും, ആ റാൻസം, വീണ്ടെടുപ്പ് വിലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവസാനം ഒരു കമാൻഡ് തരിക, therefore honor God with your body. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. റോമാലേഖനം 12-1 മുതൽ 3 വരെ വായിക്കുമ്പോൾ വർഷിപ്പിനെ കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ബോഡി, ശരീരത്തെ ജീവനും ബുദ്ധിയുമുള്ള ഒരു ആരാധനയായ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ലിവിങ് സാക്രിഫൈസ്, ഒരു യാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ബോഡി ഈസ് സോ ഇമ്പോർട്ടൻ്റ് ആൻഡ് വാല്യുബിൾ. ഇനി അതിനേക്കാൾ ഞെട്ടിക്കുന്നൊരു കാര്യം ഇതിനു മുമ്പ് പറയുന്നുണ്ട്. 3-ാം അധ്യായം എടുക്കാമോ? 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യം, ഇഫ് എനിവൺ ഡെസ്ട്രോയ്സ് ഗോഡ്സ് ടെമ്പിൾ, God will destroy him, for God's temple is sacred and you are that temple. അതൊന്ന് വായിക്കാമോ? ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. Horrible, right? ദൈവത്തിന്റെ ആലയം വിശുദ്ധം, ആ ദൈവാലയം നിങ്ങൾ തന്നെ. ആ ദേവാലയം നിങ്ങൾ തന്നെ. വളരെ ശ്രദ്ധിച്ച് ഈ വാക്യം ഒന്ന് പഠിച്ചു നോക്കിയേ. ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കും. എന്ന് വെച്ചാൽ
വലിയ കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ ചെങ്കല്ല് കൊണ്ടോ ഇഷ്ടി കൊണ്ടോ ഉണ്ടാക്കുന്ന ആലയത്തെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യന്റെ ശരീരം. പള്ളികളോ അമ്പലങ്ങളോ പൊളിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ ശരീരമാകുന്ന ആലയത്തെ ആരെങ്കിലും നശിപ്പിച്ചാൽ ദൈവം അവനെ നശിപ്പിക്കും. കാരണം ഗോഡ്സ് ടെമ്പിൾ ഈസ് സീക്രട്ട്. ദൈവം നമ്മുടെ ശരീരത്തെ വളരെ സീക്രട്ട് ആയിട്ടാണ് കാണുന്നത്. യു ആർ ദ ടെമ്പിൾ. എംഫസിസ്, ശക്തിയോടെ പറയുന്നു, യു ആർ ദ ടെമ്പിൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ക്യാൻ വി ഗിവ് ലൈഫ് ടു സംവൺ? നമുക്ക് ആർക്കും ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ ജീവൻ എടുത്തു കളയാനും നമുക്ക് അധികാരമില്ല. നമ്മുടെ ജീവൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയതല്ല. നമുക്കാർക്കും വേറൊരാൾക്ക് ജീവൻ കൊടുക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നത്. ദൈവമാണ് ജീവന്റെ ദാതാവെങ്കിൽ അവനാണ് പൂർണ്ണമായ ജീവന്റെ മേൽ അധികാരമുള്ളത്. അതുകൊണ്ട് നമുക്കാർക്കും ജീവിതത്തെ എടുത്തു കളയാൻ, ജീവനെ എടുത്തു കളയാനുള്ള ഒരധികാരവും ദൈവം തന്നിട്ടില്ല. ഒരാള് സൂയിസൈഡ് ചെയ്തു, റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? നോ വേ. ഒരാളെ കൊന്നു, തിരിച്ചു ജീവിപ്പിക്കാൻ പറ്റുമോ? നോ. സീരിയസ്നെസ് മനസ്സിലാക്കണം. പെട്ടെന്നുള്ള തോന്നലിൽ, പെട്ടെന്നുള്ള തീരുമാനത്തിൽ ആരോടെങ്കിലും പകവിട്ടാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലരങ്ങ് വാതിലടച്ചങ്ങ് കയറി എന്തെങ്കിലും തൂങ്ങി ചാവുന്നു. പക്ഷെ തിരിക്കാൻ പറ്റും, പിന്നെ ഒന്ന് റിഗ്രറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, ചില പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിന്റെ പുറകില് ചില റെമഡീസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരാളോടൊരു വഴക്കുണ്ടാക്കി തിരിച്ചു പോയി ക്ഷമ പറഞ്ഞ് ക്ലിയർ ചെയ്യാം. കുടുംബ പ്രശ്നം ഉണ്ടായി, വീണ്ടും അത് ഒരുമിക്കാൻ സാധിക്കും. പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ we can't reverse it. മാത്രമല്ല, ബൈബിളിൽ 10 കൽപ്പന ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ അതിലൊരു കൽപ്പനയാണ് കൊല്ലരുത്. കൊല്ലരുത് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരാൾ വേറൊരാളെ കൊല്ലുന്ന ചിന്തിക്കുന്നത്. പക്ഷെ സ്വയം കൊല്ലുന്നതോ അതും കൊലപാതകമല്ലേ? സോ കൊല്ലരുത് എന്നുള്ള കൽപ്പനയിൽ ഞാൻ വിശ്വസിക്കുന്നു ആത്മഹത്യ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വയം കൊല്ലരുത്, മറ്റുള്ളവരെ കൊല്ലരുത്. കൊല്ലുന്ന പല രീതിയിലുണ്ട്. ചിലര് വലിയ കഠാര കൊണ്ടൊന്നും കുത്തണ്ട, റൈഫിളെടുത്ത് വെടിവെക്കണ്ട, വാക്കുകൾ ചിലരെ കൊല്ലും. ബൈബിൾ വായിക്കുമ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കണം. അതിനൊരു അക്കൗണ്ട് ഉണ്ട്. അത് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ലൈഫ് എങ്ങനെ ജീവിച്ചു, ഇടയ്ക്ക് വെച്ചിട്ട് സ്വയം ജീവിതം എടുത്തു കളയുന്നു, ഇതെല്ലാത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ 3-ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, എന്ത് തീരുമാനമെടുക്കുമ്പോഴും ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ചിലർ 2 പ്രാവശ്യം ചിന്തിക്കുക, 2 25, 30, 100 പ്രാവശ്യം ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ ഒരു ശരിയായ തീരുമാനമെടുത്ത് സ്റ്റെപ്പ് വയ്ക്കാവൂ. ഇത് കാണുന്ന പലർക്കും ജീവിതത്തിൽ പല സമയങ്ങളിൽ, ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു ക്രൈസിസിലായിരിക്കും. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മാവിയമ്മയുമായിട്ടോ അമ്മാവിയപ്പനുമായിട്ടോ അല്ലെങ്കിൽ നാത്തൂന്മാരുമായിട്ടോ ഭർത്താവിൻ്റെ സഹോദരൻ ആരെ പൊരുത്തപ്പെടാൻ സാധിക്കുക, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, നാണക്കേട്, പരീക്ഷയിലെ തോൽവി, എന്തുമാകട്ടെ, പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ ഒന്നും ചെയ്യരുത്. വ്യക്തമായി ബൈബിൾ പറയുന്നത് ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യുവർ ലൈഫ്. ദൈവത്തിന് ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്നീ കാണുന്ന താൽക്കാലം ഇപ്പോൾ കാണുന്നതല്ല, ദൈവത്തിന് മാത്രമേ എൻ്റെ ബിഗ് പിക്ചർ അല്ലെങ്കിൽ ഫുൾ പിക്ചർ ഉള്ളൂ ജീവിതത്തെക്കുറിച്ച്. 10 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുമോ? നോ. അങ്ങനെ ആ ജീവിതം എത്ര പ്രഷ്യസ് ആണെന്ന് കണ്ട് ഇന്നത്തെ ആ പ്രതിസന്ധി മാത്രം കണ്ട് ഒന്നും ഒരു തീരുമാനവും എടുക്കരുത്. എനിക്കൊന്ന് നമുക്ക് ഈ സമയത്ത് there is a prayer atmosphere here. The Holy Spirit is really prompting me to pray now. Shall we pray together? ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ക്ഷമ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാമോ? സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് മനം നൊന്ത് ഒന്ന് ചാഞ്ഞു കിടന്ന് ഒരു തോളിൽ കിടന്ന് കരയാൻ ഒരു തോളില്ലാത്തവരായി എത്രയോ സഹോദരിമാർ ബാത്റൂമിനകത്തും ബെഡ്റൂമിനകത്തും കിച്ചണിലൊക്കെ കരഞ്ഞ് നെടുവീർപ്പിട്ട് മരണം മാത്രമേ ഇനി പ്രതിവിധിയുള്ളൂ എന്ന് പറഞ്ഞു കഴിയുന്ന എത്രയോ പേരുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സ്ട്രോങ് ആയി കർത്താവിനെ കാണിക്കുന്നൊരു പിക്ചർ ഇതാണ്. ചില കുട്ടികൾ ജനിച്ചു, ഡിഫോംഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ,
മന്ദബുദ്ധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, കഴിവില്ലാതെ തളർന്നു കിടക്കുന്ന, ഒന്നിനും ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെച്ചുകൊണ്ട് രാവും പകൽ അവരെ ശുശ്രൂഷിച്ച് ചിലപ്പോൾ എപ്പിലെപ്സിയോ ഒക്കെ വന്ന് അംഗവൈകല്യം സംഭവിച്ച് ബുദ്ധി ഒന്നുമില്ലാത്ത കുട്ടികൾ, ആ അമ്മമാർ അങ്ങനെയുള്ളവർ ഓർത്ത് ആ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് നരകിച്ച് ജീവിക്കുന്ന ചില അവരുടെ മേലൊരു വലിയ ആശ്വാസം പ്രത്യാശയും വരാൻ വേണ്ടി ഈ സന്ദേശം ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ഫാദർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഷ്ടതയുടെ നടുവിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് അങ്ങയുടെ വചനം പറയുന്നത് പോലെ കർത്താവെ, അന്ധകാരത്തിന്റെ നടുവിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ മരണത്തിന്റെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ ഉദിക്കട്ടെ കർത്താവെ. കർത്താവെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ തക്കവിധം ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വലിയ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാർക്ക് വേണ്ടി, ഓരോ സ്ത്രീകൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ദൈവിക ആശ്വാസത്തെ നൽകണമേ കർത്താവേ. അവരുടെ പ്രശ്നങ്ങളുടെ മേൽ അങ്ങേക്ക് പരിഹാരം നൽകുവാൻ സാധിക്കുമല്ലോ. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവേ, അങ്ങ് ആദ്യം പറഞ്ഞത് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്നായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സ്ത്രീകളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അങ്ങേക്ക് ശക്തിയുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, സഹോദരിമാർ വിശ്വസിക്കുക. യേശുവിന് നിങ്ങളുടെ കണ്ണുനീർ ഒപ്പുവാൻ താല്പര്യമുണ്ട്. അവൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണെങ്കിൽ യേശുവിന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ അവന് കഴിവുണ്ട്. വിശ്വസിക്കുക. ഏത് പ്രശ്നങ്ങളാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറിപ്പോകട്ടെ. അതിന് ഓരോ കാരണത്തിനും പരിഹാരങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു കർത്താവെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ അസുഖം നിമിത്തമായിട്ട് മാനസികമായി തകർന്നിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ആശ്വാസത്തെ നൽകണമേ. ജീവിച്ചിരിക്കുവാനുള്ള ഒരു വലിയ പ്രത്യാശ അങ്ങ് കൊടുക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ ആത്മാവിനെ, ആത്മഹത്യയുടെ പ്രവണതയെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ശരീരങ്ങളിൽ നിന്ന് ഞങ്ങളിപ്പോൾ പുറത്താക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി കർത്താവ് എന്നെ കാണിച്ചു ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ ആത്മഹത്യക്ക് വേണ്ടി അവരുടെ റൂമിൽ ഞാൻ കാണുന്ന പേപ്പറിൽ പൊതിഞ്ഞ് ചില പൗഡർ, അതുപോലെ ചില ഗുളികകൾ, വിഷം പാലിൽ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത് മരിക്കാൻ വേണ്ടി പാലിൽ കലക്കാൻ വേണ്ടിയുള്ള വിഷം. ഇതുപോലെ ചിലരൊക്കെ ഡയറിയിലോ പേപ്പറിലോ ഒക്കെ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്ന, ചിലരൊക്കെ SMS ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക, ചിലരൊക്കെ ഇമെയിൽ റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് അയക്കുക, അതിനുശേഷം ജീവിതം അവസാനിപ്പിക്കുക. പല മെത്തേഡുകളിലൂടെ വ്യക്തമായി ക്ഷമ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഇപ്പോൾ തന്നെ അത് നശിപ്പിക്കുക, ഇപ്പോൾ തന്നെ അത് നശിപ്പിക്കുക. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം God and you have a future. നല്ലൊരു ഭാവി അത് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അതെല്ലാം വിടർന്നു വരും. ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് പുറത്തു വരട്ടെ. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ മാറിപ്പോകട്ടെ, എയ്ഡ്സ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മറ്റു ചിലരെ കർത്താവിനെ കാണിക്കുന്ന ചില പാപങ്ങൾ നിങ്ങൾ ചെയ്തു പോയി, അരുതാത്ത ചിലർ ചെയ്തു പോയി. ദാമ്പത്യത്തിന് വെളിയിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ പാപത്തിന് വേണ്ടി പോയി, അല്ലെങ്കിൽ തെറ്റായ ചില ഇതിലേക്ക് പോയി. അത് നിമിത്തം കുറ്റബോധം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം പിന്തിരിയട്ടെ. പൂർണ്ണമായ വിടുതൽ കർത്താവ് ഇപ്പോൾ ജീവന്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തികളിലേക്ക് പകരുന്നു. രോഗസൗഖ്യവും വിടുതലും ഇപ്പോൾ നൽകിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
പ്രാർത്ഥിച്ച സമയത്ത് വി ഫെൽറ്റ് എ റിയൽ പ്രസൻസ് ആൻഡ് അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സംതിങ് ഹാസ് ഹാപ്പൻഡ്. നിങ്ങൾ തീർച്ചയായും നമ്പറുകളിൽ വിളിക്കണം. പ്രെയർ ലൈനിൽ, പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുക. അഥവാ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, വേഗത്തിൽ നിങ്ങൾ വിളിക്കുക. ബിസി ആണെങ്കിൽ പോലും വീണ്ടും ട്രൈ ചെയ്യുക. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ, അടുത്ത വ്യാഴം, വെള്ളി, ശനി, ഞായർ നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇന്ന് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. വീണ്ടും വചനത്തിൽ നിന്നും വളരെ പവർഫുള്ളായ ചില കാര്യങ്ങൾ നാളെയും മറ്റന്നാളും നമ്മൾ ചിന്തിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്കായി ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 4 നാളുകൾ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ 2012 ഓഗസ്റ്റ് 30 വ്യാഴം മുതൽ സെപ്റ്റംബർ 2 ഞായർ വരെ കൊച്ചി ഇടപ്പള്ളി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 വരെ വിവിധ സെഷനുകൾ, ആരാധനാവേളകൾ, ദൈവവചന ശുശ്രൂഷകൾ, രോഗസൗഖ്യ ശുശ്രൂഷകൾ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. ഈ മഹായോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. താമസ സൗകര്യ ക്രമീകരണത്തിനായി വിളിക്കുക 0484 422 111. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.